എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് എന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിൻ്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിൻ്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ എറണാകുളം നടൻ ലാലിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നെ XEV വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം. പോരാത്തതിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു, നടിക്ക് നിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു, പാലിയേക്കര ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി ചോദിച്ച് പോയാൽ മതി എന്നും പറഞ്ഞ് ഫോൺ നമ്പർ നിന്ന് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ലാലിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണി ടൈമിൽ ഇറങ്ങി പാലിയേക്കര അവർ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകണമെന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. ഇതിന് ശേഷം പാലിയേക്കര ടോൾ എത്തിയതിന് ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാത്ത കാരണം വിളിച്ച് ചോദിച്ച് വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു. നടിയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. എന്നോട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. ഭാവനയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഫോണും പിടിച്ച്. അത് കഴിഞ്ഞ് വണ്ടി അവരെ കാർ പോർച്ചിൽ കയറ്റിടാൻ പറഞ്ഞു. ഞാൻ വണ്ടി കാർ പോർച്ചിൽ കയറ്റിയിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴത്തേക്കും ഭാവനയുടെ അമ്മ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. നടി വന്ന് വണ്ടിയുടെ സൈഡിൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്തു. മാർട്ടിൻ എന്നല്ലേ നിൻ്റെ പേര്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ഡ്രൈവറാണ് വിടുന്നുണ്ടെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രിയേഷനിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു, വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ മേഡത്തിന് തന്നെന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മാർട്ടിൻ പറഞ്ഞതനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു. എൻ്റെ ഫോൺ ഞാൻ കൊടുത്തു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കയറ്റിട്ടിട്ട് മാർട്ടിൻ കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിൽ നിന്ന് ഫോണിൽ സംസാരിക്കണ്ടായി. എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ്സുമ്പോൾ കൊട്ടിയിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറിയപ്പോൾ നടി എന്നോട് പറഞ്ഞു വണ്ടി ഓഫ് ചെയ്തു മാറ്റി, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം, നമുക്ക് എറണാകുളത്തേക്ക് പോകാമെന്ന് ആദ്യം പറഞ്ഞത്. എറണാകുളത്തേക്ക് പോകാമെന്നും പറഞ്ഞു നടി എൻ്റെ ഫോണും പിടിച്ചുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ മേലെ എടുത്തു വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. 2 കളർ ബാഗ് ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും. ഈ റെഡ് കളർ ബാഗിൽ പൈസയായിരുന്നു, കുറച്ച് പൈസ. പോകുന്ന വഴിക്ക് അത്താണിയിൽ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ വരും, അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൻ്റെ അവിടെ വെച്ച് ശരി എന്ന് പറഞ്ഞു. ആ വണ്ടിയിൽ എടുത്ത് കയറ്റി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറ്റി വെച്ചു. നടി എൻ്റെ ഒപ്പം പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി. ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു. ഈ സമയത്തൊന്നും എൻ്റെ ഫോൺ എൻ്റെ തന്നെ ഇല്ല, നടിയുടെ കയ്യില്ല. പോരുന്ന വഴിക്ക് നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. 3 ഫോൺ നടിയുടെ കയ്യിൽ ഭാവനയുടെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്ന് മാറി മാറി സംസാരിക്കണ്ടേ. പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നോട് പറയണം എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ടുണ്ട്, അവരൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ പിന്നെ പയ്യെ പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വരുന്നതിൻ്റെ ഇടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിൻ്റെ അവിടെ വെച്ച് വണ്ടി നിർത്താൻ പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു സിഗ്നലിലെത്തി കഴിഞ്ഞപ്പോൾ. അവിടെ 2 വണ്ടിയിൽ, ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറിലും 2 വണ്ടി അവിടെ വന്ന് കിടക്കണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട്. വണ്ടി പാർക്ക് ലൈറ്റ് ഇട്ട് ഓണാക്കി അവിടെ നിർത്തിയായിരുന്നത്. അത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സാണ്, അവർ ആ വണ്ടിയുടെ അവിടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വണ്ടി പയ്യെ സ്ലോ ആക്കിയായിരുന്നു. ഞാൻ ലെഫ്റ്റ് സൈഡ് ചവിട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞപ്പോൾ ആ സ്വിഫ്റ്റ് കാറിൽ നിന്ന് 3 പേര് ഇറങ്ങി വന്നായിരുന്നു. 3 പേര് ഇറങ്ങി വന്നിട്ട് 2 പേര് വണ്ടി കയറി സൈഡിൽ. അപ്പം അവനെ സൈഡിലേക്ക് നീങ്ങിയിരുന്നു. എൻ്റെ സുഹൃത്തുക്കളാണ് എന്നോട് പറഞ്ഞു. പിന്നെ നടിയാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല. അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ജോലിക്കാരനാണ്. അവർ സൈഡിലേക്ക് കയറിയിരുന്നു. എന്നോട് പറഞ്ഞു ഈ റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു, ഫ്രണ്ടിൽ കിടക്കണ സ്വിഫ്റ്റിലേക്ക്. ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തുകൊണ്ട് സ്വിഫ്റ്റിൻ്റെ ഡിക്കി തുറന്നിട്ടുണ്ടായി, അതിലേക്ക് വെച്ച വഴി വണ്ടി 2 എടുത്ത് പോയി. പെടപെടയെന്നും പറഞ്ഞ് വണ്ടി എടുത്ത് പോയി. പിന്നെ നടൻ ലാലിൻ്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയ. അത് കഴിഞ്ഞ് അവരായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. വണ്ടി കയറി. വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞത്. വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈറ്റിലേക്ക് എടുക്കണതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു ഇത് എൻ്റെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു. അപ്പോൾ ലാലിൻ്റെ മകൻ ജീനെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെയും എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിലോട്ട്. വലിയ ബന്ധമില്ല, അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വണ്ടി എടുത്ത് എടപ്പള്ളിക്ക് എത്തണേൻ്റെ ഇടയ്ക്ക് വണ്ടി ഇവർ സംസാരിച്ചു. നടി മഞ്ജു വാര്യരുടെ ബോംബെയിലെ ഫ്ലാറ്റിൻ്റെ സെയിൽ എന്തായിന്ന് ചോദിച്ചു എന്നോടല്ല, ഇവർ തമ്മിൽ ഭാവനയോട് ചോദിക്കണം. അപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡി ആകുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് അവർ നിർത്തി. ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എടപ്പള്ളി, എനിക്ക് കുറച്ച് ക്ലിയർ ആകുന്നില്ല, ഓർമ്മ ഒന്നുമില്ല. എടപ്പള്ളി
എടപ്പള്ളി വൈറ്റിലേക്ക് തിരിയാണ് അവിടെ വെച്ച് വണ്ടി. വൈറ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞു. വൈറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പാലാരിയുടെ പൈപ്പ് ലൈനിൻ്റെ അവിടെ വെച്ച് ഒരാളവിടെ ടവലും കെട്ടി നിൽക്കണ്ടായിരുന്നു. മുഖത്തൊരു ടവലും കെട്ടി വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, മാർട്ടിൻ ഇവിടെ ഇറങ്ങിക്കോ, അവിടെ നിന്ന് വണ്ടി അവരെടുത്തോളെന്ന് പറഞ്ഞു. ആ കയറിയ വ്യക്തിയാണ് ഇപ്പോൾ പൾസർ സുനി എന്നും പറഞ്ഞ ഈ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അയാളെ കാണുന്നത്. നടൻ ലാലിൻ്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബന്ധവും ഞാൻ അയാളും തമ്മിലില്ല. ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യണതാണ് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് അനൂപും ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും 3 പേരും വണ്ടി എടുത്ത് പോയി. എന്നോട് പറഞ്ഞു പിറകിലൊരു വണ്ടിയുണ്ട്, അത് നമ്മുടെ വണ്ടിയാണ്, മാറ്റി അതിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇവർ വണ്ടി എടുത്ത് പോയി. പിറകിലുള്ള വണ്ടിക്കാരെ ഹോൺ അടിച്ചപ്പോൾ ഞാൻ അതിൽ കയറി. ഒരു കാരവാൻ വണ്ടിയായിരുന്നു എന്നാണ് എൻ്റെ കണക്കൂട്ടിലത്. അതിൽ TV ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി, കിടക്കാനുള്ള ബെഡ്, വാഷ് ബേസിൻ, മറ്റേ മുഖം നോക്കണ മിററൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ ഭയങ്കര സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ടായി, കളർ ലൈറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ ഹോൺ അടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറി. ഇത് കഴിഞ്ഞ് ഏകദേശം കുറേ നേരം കറങ്ങിയതിന് ശേഷം, ഇത്ര 1 മണിക്കൂർ മേലെ കണ്ട് കറങ്ങിയതിന് ശേഷം കാക്കനാട് ആപ്പിൾ ടവർ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നോട് നിർത്തിയിട്ട് പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാ ഇവിടെ ഇറങ്ങണേ, എവിടേക്ക് കൊണ്ടുപോയി എന്നെ, എനിക്കൊരു പിടിയില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയാളോട് തർക്കിച്ച് വെച്ച്, നീ പറയുന്നിട്ടാ നീ മാഡം ഭാനുമാഡം അവിടെ ഉണ്ട്, നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഒരു നിർദ്ദേശം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെയും ഏറ്റവും അറ്റത്ത് ഭാവന ഇരിക്കണം, അതിൻ്റെ സൈഡിൽ പൾസർ സുനി ഇരിക്കണം, അതിൻ്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായി. അവർ രണ്ടുപേരും ഇറങ്ങി. ഭാവന എനിക്ക് നേരെ ഇരുന്നു. ഭാവനയുടെ പുറത്ത് കൈയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സുനി ആ സമയത്ത്. ഇത് കഴിഞ്ഞ് എന്നെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് നേരെ നിന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ ആക്കിയിട്ടു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. അപ്പോൾ ഈ അനൂപും ഈ ജീൻ പോളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നോട് പറഞ്ഞു പാലാരിവട്ടത്തേക്ക് വണ്ടി എടുക്കാൻ പറയണം. ഞാൻ വണ്ടി എടുത്തു, നടി പറയുന്നതനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു. ഈ സമയത്തൊക്കെ എൻ്റെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഭാവനയുടെ ഇല്ല. ഞാൻ വണ്ടി എടുത്ത് പാലാരിവട്ടത്ത് പോണതിൻ്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു. സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണമായിരിക്കണം, ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടൻ്റെ അടുത്തും രമ്യ നമ്പീശിൻ്റെ അടുത്തും മഞ്ജുവിൻ്റെ അടുത്തും ശ്രീകുമാറിൻ്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്കിരിക്കുന്നുണ്ട്, സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം, എല്ലാം കഴിഞ്ഞ് അവസാനം കരഞ്ഞവൻ എൻ്റെ കാല് പിടിച്ച് വരും, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സുനിയോട് പറയണം. പൾസർ സുനിയൊക്കെ മൂളി കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സിനിമ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ടാക്കണം, സാമ്പത്തികമായിട്ട് തന്നെ അവനെ തകർക്കണം, എല്ലാത്തിൻ്റെ അവസാനം അവൻ എന്നുള്ള വാക്കാണ്, അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം, കരഞ്ഞ് എൻ്റെ അടുത്ത് വരും കാല് പിടിച്ച്, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും. പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടാകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം നാദൃശ്യനെയും ആ പുണ്യനെയും വിളിക്കുമ്പോൾ. ഇതിങ്ങനെ എടുത്തു പറയണ്ടേ. ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകണ്ടായിരുന്നില്ല എന്തിനുള്ള ഇതായിരുന്നു എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ എൻ്റെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഒരു കേസ് വന്നേക്കണം, പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഭാവന വണ്ടി നിർത്താനോട് പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി. സുനി ഭാവന തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി. എന്നിട്ട് കൈ കൊണ്ട് ഒരു ആക്ഷനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങിപ്പോയി. സുനി ഇറങ്ങി പോണേക്കും എന്നെ പറഞ്ഞു, ഡോറ് തുറക്കണേക്കും എന്ന് പറഞ്ഞു, ഈ ഡ്രൈവർ ഒരു പ്രശ്നമാവില്ല എന്ന് പറയണം. അപ്പോൾ ഭാവന പറഞ്ഞു ഒരു പ്രശ്നമില്ല, അവൻ്റെ കാര്യം ഞാനേറ്റു എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി പോവാണ്. ഇത് കേസിന് പിടിച്ചു കഴിഞ്ഞപ്പോൾ പൾസർ സുനി എന്നുള്ള വ്യക്തിയാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയ. ഇത് കഴിഞ്ഞ് ഒരു പൾസർ സുനി ഇറങ്ങിപ്പോയതിന് ശേഷം എന്നോട് ഭാവന പറഞ്ഞു നേരെ ലാലേൻ്റെ വീട്ടിലേക്ക് വണ്ടി വിടാൻ പറയാണ്. ഞാൻ ഭാവന പറഞ്ഞതനുസരിച്ച് ലാലിൻ്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. പോണ വഴിക്ക് നടി എന്നോട് പറഞ്ഞു, മാർട്ടി ഇപ്പം നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട, എന്നേക്കാളും വലിയ ശക്തികളാണ് അവർ, ഭരണപക്ഷത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരൊക്കെ നല്ല ബന്ധത്തിലാണ്. നീ ലാലേൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ മാറ്റി നിൻ്റെ വീട്ടുകാർക്കും നിനക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളാണ്, നീ ഒരു കാര്യം ആരോടും പറയണ്ട. അവിടെ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയുന്നത് അതനുസരിച്ച് കേട്ടാൽ മതി. മാർട്ടിൻ്റെ ഫോൺ ഇതങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചേക്കാൻ പറഞ്ഞു, ലാലേട്ടനെ ഏൽപ്പിച്ചേക്കാന്ന് അങ്ങനെയും പറഞ്ഞു അതിൻ്റെ ഇടയിൽ. ഇത് കഴിഞ്ഞ് ഞാൻ ലാലിൻ്റെ വീട്ടിലേക്ക് വണ്ടി ഗേറ്റിൻ്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ വണ്ടി കുറച്ചുകൂടി അവിടെ കയറ്റിയിട്ട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്തി. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഒരു കാര്യം ആരോടും പറയണ്ട, മാറ്റി എവിടെയായിരുന്നാലും അവരുടെ ശ്രദ്ധ ഉണ്ടാവും മാറ്റിൻ്റെ മേലെ, അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട. പിന്നെ ലാലേട്ടൻ എന്താ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. സിറ്റൗട്ടിലേക്ക് വണ്ടി കയറ്റിയിട്ടു. വണ്ടി കയറ്റിയിട്ടിരുന്നപ്പോൾ ലാല് ഡോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു. ഡോറ് ഇങ്ങനെ പുറത്തുനിന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പകുതി തുറന്നിട്ടിട്ട് ഭാവന കണ്ടുവഴി ഭാവന ഓടിച്ചെന്ന് ലാലിനെ കെട്ടിപ്പിടിച്ച് അവർ അങ്ങോട്ട് ചെറുതായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ചെന്ന് കൊണ്ട് കവളത്തെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാനാകെ ടെൻഷനിലായിരുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകണില്ല. അത് കഴിഞ്ഞ് ലാല് ഭാവനെ വീണ്ടും ഉള്ളിൽ കയറ്റിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മാർട്ടിൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്ന വഴി പറഞ്ഞു, മാർട്ടിൻ ഇപ്പോൾ കണ്ടതും കേട്ടതുമായി ഒരു കാര്യം ആരോടും പറയരുത്,
പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റനെ ഞാൻ കൊന്നു കളയും, ഒരു തെളിവ് പോലും ഇല്ലാണ്ട് നശിപ്പിച്ച് കളയും, വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും. അത് നീ മറക്കണ്ട. നീ എവിടെയായിരുന്നാലും എൻ്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട. പിന്നെ ആരെന്ത് ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നടി ഭാവന കണ്ടു. ഈ വിവരം ഭാവന ദിലീപിൻ്റെ ഭാര്യ മഞ്ജു വാര്യരെ വിളിച്ചറിയിച്ചു. ഇതുള്ള വ്യക്തിവൈരാഗ്യം കാരണം ദിലീപിന് ഭാവനോട് വൈരാഗ്യമായി. ഈ വൈരാഗ്യത്തിൻ്റെ പുറത്ത് ഭാവനേനെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രം നീ പറഞ്ഞേക്കാം. വേറെ ഒരു കാര്യം നീ പറയണ്ട. എല്ലായിടത്തും എൻ്റെ ആൾക്കാരുണ്ട്. നീ നിൻ്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ആൾക്കാരുണ്ടാവും. പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയുമ്പോൾ മതി. വേറൊരു ആരെന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവിടെ എന്നെ മാറ്റി വെച്ചിട്ട് കഴുത്തിന് പിടിച്ചിട്ട് എന്നെ 2 കുലുക്കിട്ട് പറഞ്ഞു കേട്ടാ എന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തി. ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകൾ പുള്ളി അടിച്ചായിരുന്നു. സ്മോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, സ്മോളിൻ്റെ മണം ഉണ്ടായിരുന്നു പുള്ളിയുടെ വായിന്ന്. ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു 3 വെള്ള പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിച്ചായിരുന്നു. ഇത് നീ എൻ്റെ ഇന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചതിനുള്ള തെളിവാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴും ഞാൻ ചോദിക്കേണ്ടത് സാറേ എന്താ ഇപ്പം തന്നെ എൻ്റെ മോമിൽ കയറി അടിച്ചു. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫും വേറൊരു 3-4 പേരും അവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല, കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം. ഒരു 3-4 മിനിറ്റിന് ശേഷം ലാല് ഫോൺ എടുത്ത് DGP ലോകനാഥ് ബെഹ്റയെ വിളിച്ചിട്ട് സാറേ ആ ഡ്രൈവർ വൈന് ഇവിടെ ഉണ്ടെന്ന് മാത്രം പറയണേ, ഞാൻ കേട്ടായിരുന്നു കുറച്ച് നീങ്ങിന്ന്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റ് കമ്മീഷണർ അങ്ങാണ്ടായിരുന്നു പുള്ളി. അന്ന് വന്നിട്ട് വണ്ടി ഇന്നോവയിലെ വന്നായിരുന്നു, യൂണിഫോമൊന്നും ഇല്ലാണ്ട് വന്ന് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്താണ് മാറ്റി സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പുള്ളി ഇതൊന്നും ക്ലിയർ അല്ല, മാറ്റിൻ്റെ ഫോൺ എവിടെയാണെന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അടിയിട്ടില്ല, അപ്പോൾ അവനുടെ അല്ല. അപ്പോൾ അവർ പുള്ളി അത് വിശ്വസിക്കാത്ത രീതിയിൽ മാറ്റിക്കൊണ്ട് വന്നേ, മാറ്റിൻ്റെ ഒരു മൊഴി എടുത്തിട്ട് വിട്ടേക്കാം എന്ന് പറഞ്ഞു. അന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ പാളാണ്ട് കിടക്കാൻ, എനിക്ക് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ എടുത്തേക്കണം ഓട്ടോ ഉണ്ടെന്ന്. ഞാൻ അന്ന് രാത്രി ഞാൻ പോകാനിരുന്നതല്ല. അങ്ങനെ പറഞ്ഞു പുള്ളി പറഞ്ഞു മാറ്റിൻ്റെ മൊഴി മാത്രം വെറുതെ എഴുതിയെടുക്കുള്ളൂ, എന്നിട്ട് മാറ്റിനെ വിട്ടേക്കാമെന്നും പറഞ്ഞു. അങ്ങനെ തൃക്കാക്കര സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോകണേ. അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ജീപ്പിൽ കയറ്റിയിട്ട് പുള്ളിയുടെ ഇന്നോവയിലെ വണ്ടിയിൽ കയറ്റിയിട്ട് ലാലിൻ്റെ വീണ്ടും പടി വരെ ആക്കി കഴിഞ്ഞപ്പോൾ അവിടെ വേറെ പോലീസ് ജീപ്പ് വന്നു. അവിടെ നിന്ന് തന്നെ അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി തൃക്കാക്കര സ്റ്റേഷനാണെന്ന് തോന്നുന്നത്, എനിക്ക് ഓർമ്മ കിട്ടണില്ല. അവിടെ കൊണ്ടുപോയി രാത്രി സെല്ലൊക്കെ അടച്ചു കൂട്ടിയിട്ടിട്ട് ഒരു 3 പേര് വന്നായിരുന്നു. അവരെന്നെ ഒരു റൂമിലേക്ക് മാറ്റി കൊണ്ടുപോയിട്ട് പറഞ്ഞു എനിക്ക് മുഖങ്ങൾ കണ്ടറിയാം, പേരുകൾ അറിയില്ല, യൂണിഫോം ഒന്നും ഉണ്ടായില്ല. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. വന്നിട്ട് എന്നോട് പറഞ്ഞു ഉപദ്രവിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാല് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ, വെറുതെ അവരായിട്ട് മുട്ടാണ് നിൽക്കേണ്ട, അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് അനുസരിച്ചേക്കാം, അവർ മേളിലൊക്കെ നല്ല പിടിപാടുള്ളവരാണ്, വെറുതെ ജീവൻ കളയാൻ നിൽക്കണ്ട, എവിടെയായിരുന്നാലും അവരുടെ ആൾക്കാരല്ല അവിടുത്തും. അതും പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപദ്രവിച്ചു. എന്നെ നാഭി തുടങ്ങി എല്ലായിടത്തും നല്ല രീതിയിൽ എന്നെ ഉപദ്രവിച്ചു. അതായത് അവരതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ചതവ് മാത്രം വന്നാൽ മതി, പാടുകൾ വരെ എടുത്ത് വെളുത്ത ശരീരമായതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ എനിക്ക് അറിയില്ല എന്താ കാര്യങ്ങളൊന്നും, കോടതി പോലും പറയാനുള്ളൊരു ഇത് എനിക്ക് അറിയില്ലായിരുന്നു. കേസ് എൻ്റെ പേരിൽ ആദ്യമായിട്ടാണ്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ പാടൊന്നും കാണരുത്, മെഡിക്കലിന് കൊണ്ടുപോകുമ്പോൾ ഉള്ളിൽ ചട്ട കിടാവുന്ന രീതിയിൽ നല്ല ഇത് കൊടുക്കാൻ പറയണ്ട, ഒരു 3 പേര് ഇരുന്ന്. പിന്നെ അവർ ലാല് പറഞ്ഞതനുസരിച്ച് ചെയ്തേക്കാം, മെനക്കെടുത്തരുത്, ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി. അവിടെ നിന്ന് പിന്നെ എന്നെ വേറെ കാറിൽ മുഖത്തും അപ്പോഴത്തേക്കും മുഖത്ത് മൂടിയിട്ടായിരുന്നു, കയ്യിൽ വിലങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു. കയ്യിൽ പിറകിലേക്ക് കെട്ടിയ വിലങ്ങ് വെച്ചായിരുന്നു തോന്നുന്നത്. അത് കഴിഞ്ഞ് എന്നെ ആലുവയിലൊരു AV ജോർജ് എന്ന് പറഞ്ഞ ഒരു DSP കമ്മീഷണറോ എനിക്കറിയില്ല, ആളുടെ ഓഫീസിലും ഉണ്ടായി. അവിടെ നിന്ന് എന്നെ വേറൊരു വീട്ടിലേക്കും ഉണ്ടായിരുന്നു. ഈ വീട്ടിലിട്ടും ഒരുപാട് എന്നെ ഉപദ്രവിച്ചു. കുറേ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അതിൽ വന്ന കൊട്ടേഷൻ എന്ന് മാത്രം വന്നേക്കാം. അവിടെ ഒരുപാട് ഉപദ്രവിച്ച ഉദ്യോഗസ്ഥരല്ല, 4 പേര് 3 പേര് ഇടയ്ക്കിടയ്ക്ക് മാറി വന്ന് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപദ്രവിച്ചു. എൻ്റെ ഈ വിരൽ ഇപ്പോഴും ഭയങ്കര ബെൻഡായിട്ടിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ പോലും പോയിട്ടില്ല. ഇപ്പോൾ ഇറങ്ങിയിട്ട് 1.5 മാസം 2 മാസത്തോളമായി. ഇപ്പോൾ സഹായിക്കാനും കാര്യങ്ങളൊന്നും ഒരാളില്ല. ഈ യഥാർത്ഥ സത്യങ്ങൾ എനിക്ക് പുറത്തറിയിക്കണമെന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ അവിടെ നിന്ന് റിമാൻഡ് ചെയ്യണത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് നാൾ മനസ്സിലിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്കമാലി കോടതിയിൽ ഞാൻ ആദ്യം മൊഴി കൊടുക്കാൻ പോയി. അന്ന് ലാലിൻ്റെ ഈ പറഞ്ഞ പ്രൊഡ്യൂസർ ഫിനാൻസ് മാനേജർ എന്ന് പറഞ്ഞ ജോസേനും അവരുടെ കൂടെയുള്ള കുറച്ച് പേരുണ്ട്. ലാലിൻ്റെ എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഗുണ്ടായിസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ നടക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. കഞ്ചാവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒരു 10-15 പിള്ളേരോളം ഉണ്ട്. എപ്പോഴും വണ്ടിയിൽ 3-4 വണ്ടിയായിട്ട് നടക്കുന്നുണ്ട്. ഇവരൊക്കെ അന്ന് അങ്കമാലി കോടതിയിൽ വന്നായിരുന്നു. അവരൊക്കെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തായിരുന്നു. അന്ന് എനിക്ക് കേസിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേസായതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. ഇവരെ കണ്ടപ്പോഴും പിന്നെ പോലീസുകാരുടെ ഡയലോഗ് ഉണ്ടായി, മാധ്യമങ്ങളുണ്ട്, ഒരു കാര്യം നീ പറയാൻ നിൽക്കണ്ട, ഇതാണ് ബാക്കി സുനി നടത്തിക്കോളും, നീ ഒന്നും മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഇവരിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് 10-15 പേര്. അപ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മയും വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി അവരെ ഉപദ്രവിക്കുകയോ എന്നുള്ള പേടികളൊക്കെ എനിക്കുണ്ടായി. ഞാൻ അതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. ഇത് കഴിഞ്ഞ് കോടതിയിൽ എനിക്ക് ബഹുമാനോടെ കോടതി മുമ്പാകെ രഹസ്യമായിട്ട് മറ്റാരും കേൾക്കാതെ പറയാനുണ്ട്, എൻ്റെ ജീവന് ഭീഷണിയുണ്ട് ലാലിൻ്റെ അടുത്തുനിന്നും
നടൻ ലാലിൻ്റെ അടുത്ത് എൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ സങ്കടം പറഞ്ഞു. കോടതി പറഞ്ഞു എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മറ്റാരും കേൾക്കാതെ ഇപ്പോൾ എൻ്റെ കോടതി മുമ്പായി പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചനെയും എൻ്റെ കേസ് എടുത്താൽ ആദ്യത്തെ വക്കീലിനെയും മാത്രം ഇട്ടുകൊണ്ട് അങ്കമാലി കോടതിയിലെ ഷട്ടർ അടച്ചുകൊണ്ട് പറയാനുള്ളത് പറയാൻ പറഞ്ഞു. ഞാനപ്പോൾ ഈ സത്യസന്ധമായ ഈ കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് കോടതി പറഞ്ഞു ഇത് എഴുതി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മണിക്കൂറുകളോടെ അവിടെ ഇരുത്തി എഴുതിയെടുത്തു. ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് നേരിട്ട് കൊണ്ടുവന്ന് എഴുതിയെടുത്തതിന് ശേഷം എനിക്ക് ജയിലിൽ ഭയങ്കര സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങണ വരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ വിചാരണ കോടതി ഇപ്പം കുറ്റപത്രം കൊടുത്താലും ഇപ്പം മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടുന്നതിന് പരിധിയുണ്ട്. ഇത് വിചാരണ കോടതിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണം. ഇത് കേസിൻ്റെ മെറിറ്റ് ഭാഗങ്ങളാണ്. മാർട്ടിൻ വക്കീലിനെ കൊണ്ട് അവിടെ പറയിപ്പിച്ചാൽ മതി. ഈ കാര്യങ്ങൾ ഞാൻ സീൽ വെച്ച കവറിൽ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കോപ്പി വക്കീലിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കിട്ടിയില്ലെന്നൊന്നും എനിക്കറിയില്ല. ഈ സാധനം ഇപ്പോൾ പൂഴ്ത്തി വെച്ചേക്കണം അവർ. യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റായി കഴിഞ്ഞപ്പോഴറിയാം ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണിത് എന്നുള്ളത്. ഇതാണ് യഥാർത്ഥ സത്യങ്ങൾ. ഇതെനിക്ക് പൊതുസമൂഹത്തിനെയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയും ദിലീപിനെ അറിയിക്കണമെന്നുണ്ട്. ഒരു നിവർത്തിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഇനി എൻ്റെ ജീവനെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്യം നടൻ ലാലിനും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും രമ്യ നമ്പീശനും ഭാവനയ്ക്കുമായിരിക്കും. ഞാൻ പറഞ്ഞു. മാർട്ടിൻ എങ്ങനെയാണ് ലാലുമായിട്ട് പരിചയമായത്? നടൻ ലാലിൻ്റെ കൂടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത സിനിമ ഫീൽഡിൽ പോകാറുണ്ടായിരുന്നു. അവിടെ നിന്ന് ലാൽ ക്രിയേഷനിലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറും സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഡ്രൈവറായിട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി ഇല്ലാത്തപ്പോൾ അതിൻ്റെ സമയത്ത് ഞാൻ പാർട്ട് ടൈം പഠിക്കാനും ജോലിയായിട്ട് പോകുമായിരുന്നു. അങ്ങനെ പോയി പരിചയം കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിലെ പേഴ്സണൽ ഡ്രൈവറും കാര്യങ്ങളൊക്കെ 4 വർഷത്തോളം നടൻ ലാലിൻ്റെ കൂടെ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ അവിടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നടൻ ലാലിന് ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ട്. ഒരുപാട് എന്തൊക്കെയാണ്? ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പുറത്ത് പറയാത്ത രീതിയിൽ കുഴൽപ്പണ ഇടപാടുകളും ഗോൾഡിൻ്റെ ബിസിനസ്സുകളും ഒരുപാടുണ്ട്. ഒരുപാട് സ്ഥലത്ത് തന്നെ വിട്ടിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിശ്വസ്തയോടെ കോടികളുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. വിശ്വസ്തയോടെ ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിക്കാറുണ്ട്. അത്രയും വിശ്വാസമായിട്ട് നിന്ന് എന്നെയാണ് ചതിച്ച് ഇത്രയും കൊല്ലം ജയിലിലിട്ടത്. അപ്പം ഭാവനയ്ക്ക് യാതൊരു ഉപദ്രവവും അതിനകത്ത് ഉണ്ടായിട്ടില്ല. സത്യസന്ധമായ കാര്യം. ഒരു വീഡിയോ ആരും എടുത്തിട്ടില്ല. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നത് കോടതി കൊടുത്തേക്കണെന്ന് അവർ പറയണത് ഇവര് ഗോവയിൽ ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെ ലാൽ ഉൾപ്പെടെ ജീൻ പോൾ ഉൾപ്പെടെ എല്ലാവരും ഇവർ ഒരുമിച്ചുണ്ടായി എന്ന് പറഞ്ഞു. അതിന്റെ മുന്നത്തെ ഒരാഴ്ചകളിൽ ഇതിങ്ങനെ റൂമിൽ വെച്ച് എടുത്തേക്കണതാണോ എന്നൊരു സംശയമുണ്ട് ആ വീഡിയോകൾ. അല്ലാതെ ഈ പറയുന്ന മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന രീതിയിൽ ഒരു സാധനമുണ്ട്. ഞാൻ ദൃക്സാക്ഷിയാണ്. നടൻ ദിലീപിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണ്. 100% ഭാവനയ്ക്ക് ഇത്രയധികം ദേഷ്യം വരാൻ കാര്യം ഭാവനേനെ കല്യാണം കഴിക്കണം എന്തോ ഒരു ഇത് നിൽക്കണം. അതിൻ്റെ ഇടയ്ക്കാണ് കാവ്യനെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തോ ഉണ്ടായിന്ന് പറയുന്നത്. പിന്നെ മഞ്ജു വാര്യറിന് ഓട്ടോമാറ്റിക്കലി ദിലീപിനോട് ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ മഞ്ജുവിന് കൈയുണ്ട്. മഞ്ജു വാര്യർ, ദിലീപ്, ശ്രീകുമാർ മേനൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, നടൻ ലാൽ, പിന്നെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പേരുകൾ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എൻ്റെ ജീവന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കണം ഞാൻ. ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഒറിജിനൽ സത്യസന്ധമായിട്ടെല്ലാം പറഞ്ഞതാണ് അതിൽ അവിടെ എഴുതിയിട്ടുണ്ട്. വിചാരണ കോടതിയിൽ വരുമ്പോൾ താൻ സേഫ് ആവും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു വിശ്വാസം. അതല്ല, വിചാരണ കോടതിയിൽ താൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യം മാത്രമേ പറഞ്ഞു. അത് അവരവിടെ രജിസ്റ്റർ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് തൻ്റെ വിശ്വാസം. എങ്ങനെയാണെന്ന് എനിക്കറിയാം. ലാലിന് വേറെ എന്തൊക്കെ വിശേഷം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്? ഒരുപാട് അണ്ടർവേൾഡ് ബിസിനസ്സുകളുണ്ട്. അതിന് ദിലീപിനോട് ഇത്രയധികം ദേഷ്യം വരാൻ കാരണം അറിയില്ല. പേഴ്സണൽ വിഷയങ്ങൾ എനിക്കറിയില്ല. ഭാവനയെ സഹായിക്കാൻ വേണ്ടി ചെയ്ത ഇവരെല്ലാവരും ദിലീപിനോട് ദേഷ്യമുള്ള വ്യക്തികളെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ദിലീപ് വീണ് കഴിഞ്ഞപ്പോൾ അടിച്ചേക്കണമെന്നാണ് ഈ കേസിൽ കണ്ടേക്കണത്. ഇത്രയും